ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ട ആ, കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിനു മുൻപൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഒരു സ്കിൻ സാഗ് ചെയ്ത സ്കിൻ, ഡാമേജ് ആയ സ്കിൻ, ഒരു 29-30 വയസ്സേ ഉള്ളൂ. പക്ഷേ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ സാഗ് ചെയ്ത് അല്ലെങ്കിൽ റിങ്കിൾസ് വീണ് ലൂസായി, അതായത് ഒത്തിരി പ്രായമായ ഒരു സ്കിൻ പോലെ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ മെഡിസിൻ കൊടുത്തു. അപ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ റിക്കവർ ചെയ്തു. വൈറ്റമിൻ സി, കോളേജൻ, അങ്ങനത്തെ പല പല കാര്യങ്ങൾ അവർ ഇൻടേക്ക് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും റിക്കവർ ചെയ്തു. ഇനി അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു റോള് വരുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് നാച്ചുറൽ ആയിട്ട് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഒരു ഓയിൽ മസാജ് ആണ്. അപ്പോൾ അതിന് ഞാൻ 2 ടൈപ്പ് ഓയിലാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു. ഇതിന്റെ ഫോമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കട്ടി കൂടിയൊരു, അതായത് നന്നായിട്ട് മസാജ് ചെയ്യണം ബോഡിയിൽ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓയിലാണ്. പക്ഷെ കുറച്ച്, അതായത് വൈറ്റമിൻ ഇ കുറച്ചധികം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കട്ടി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇല്ല, ആൽമണ്ട് ഓയിലിന്റെ ആണ് മണം ഇതിൽ നിൽക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ വളരെ ചെറിയ പെർസെൻറ്റേജ്. ഇത് അതിലും തിക്ക് കുറഞ്ഞ ഒരു ഓയിലാണ്. ഇതൊന്നും കൂടി സ്പ്രെഡ് ചെയ്യാൻ വളരെ എന്താ പറയുക, വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന വളരെ തിൻ ഓയിലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആൽമണ്ട് ഓയിൽ തന്നെയാണ് ബേസ്. അതുപോലെ തന്നെ സീബത്തോണിൻ്റെ ഒരു സീഡ് ഓയിൽ ഉണ്ട്. അതായത് വൈറ്റമിൻ സി കുറച്ച് അധികമുള്ള സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മെയിനായിട്ട് ഓയിൽ മസാജ് ക്ലെൻസിങ് ചെയ്യാനായിട്ടാണ്. അതായത് സോപ്പ് വെച്ച് ക്ലെൻസ് ചെയ്യാതെ, ഇപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മൾ വൈകുന്നേരം കുളിക്കുന്നതിനേക്കാളും മുൻപ് നന്നായിട്ട് ഇത് വെച്ച് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മാർക്സ്, പിഗ്മെന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും, റീജനറേഷൻ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ടൈപ്പ് ഓയിലുകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് അത് ഫേസിൽ നിന്ന് നമ്മളത് നന്നായിട്ട് റിമൂവ് ചെയ്യണം, മേക്കപ്പോ സൺസ്ക്രീനോ എന്തായാലും. എന്നിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. എന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കണം. ഫേസ് വാഷ് എന്ന് പറയുന്നത് ഹെർബൽ പൗഡർ ആണ്, വിത്ത് ഫോമിങ് സ്ക്രബ് പ്ലസ് പൗഡർ ആണ്. ഇത് ബോഡിയിലും ഉപയോഗിക്കാം, ഫേസിലും ഉപയോഗിക്കാം. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള SCI പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോമിങ്, അതായത് ഫോം ചെയ്ത് വരും. വളരെ ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ പക്ഷെ ഇതിൽ. അതുപോലെ തന്നെ സോപ്പിന്റെ ഒരു എഫക്റ്റിന് വേണ്ടി നമ്മുടെ സോപ്പ് നട്ടിന്റെ പൗഡറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്കിന്നിന് ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ യോഗേർട്ട് പൗഡർ ഉണ്ട്. പിന്നെ ചെറിയ സ്മെല്ലിന് വേണ്ടി ചെറിയ പെർസെൻറ്റേജ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള നീമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫേസ് വാഷാണിത്. സ്ക്രബ് കം വാഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സെയിം ടൈം നമ്മൾ ഈ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഓയിലി ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉപയോഗിക്കാം, വളരെ ചെറിയ പെർസെൻറ്റേജ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി പുറത്ത് പോകുമ്പോഴുള്ള പ്രൊട്ടക്ഷൻ ആണ് അടുത്തത്. അതെന്ന് പറയുന്നത് നമ്മുടെ 2 ടൈപ്പ് സിങ്ക് ഓക്സൈഡിന്റെ ക്രീം ഞാൻ ഉണ്ടാക്കി. ഒന്ന് ഇത്തിരി ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം നമുക്ക് നാട്ടിൽ നിന്ന് മേടിച്ച് വളരെ കോസ്റ്റ്ലി ആണ്, ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതിനു വേണ്ടി വീട്ടിൽ നമ്മൾ കൈമിയൊക്കെ പുരട്ടാനായിട്ട്, കാരണം കൈമിയും അവർക്ക് ഇതുപോലെ തന്നെ പ്രശ്നമുണ്ട്. ഫേസിലായാലും പുരട്ടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ SPF നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ പോലെ നമ്മുടെ കൈമോടൊക്കെ ഇടുന്നോളും. അലോവേറ ജെല്ല് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെല്ല് പുരട്ടിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് പുരട്ടാം. അപ്പോൾ ഇതൊരു ടൈപ്പ്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് തിക്കാണ്, അതിനേക്കാളും തിക്കാണിത്. ഇതാ ഇത് ഇത് ഇത്രയും, ഇത് ഇത്രയും കണ്ടോ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ കളർ ഡിഫറൻസ് ഞാൻ കലോലിൻ ക്ലേ ഇതിൽ കുറച്ച് കൂടുതൽ ചേർത്തുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത്തിരി തിക്നെസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സിങ്ക് ഓക്സൈഡ് കുറച്ചധികം ഞാൻ ഇതിൽ ചേർത്ത്, അതുകൊണ്ട് ഇത്രയും തിക്കായിട്ടിരിക്കുന്നത്. ഇത് വൈറ്റ് പാച്ചസ് നമ്മൾ നന്നായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് പാച്ചസ് ഉണ്ടാവില്ല. കണ്ടോ, സ്പ്രെഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. സിങ്ക് ഓക്സൈഡ് വെച്ച് നമ്മളൊരു സൺസ്ക്രീൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിന്റെ സ്പ്രെഡ് ഈക്വലി സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇഫക്റ്റ് വരുന്നത്.
അത് ക്ലംബി ആയിട്ട് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ വൈറ്റ് കാസ്റ്റ് ഒക്കെ അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല, ആർക്കും ഇഷ്ടപ്പെടില്ല ഒന്നാമത്തെ കാര്യം. പക്ഷെ വളരെ നാനോ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ പൗഡറിലാണ് നമുക്ക് കാര്യം ഇരിക്കുന്നത്. ഈ 2 ടൈപ്പ് സൺസ്ക്രീനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് സൺസ്ക്രീന്, പിന്നെ ഇതൊരു പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇതിൽ ഓയിൽ ഉണ്ട്, പക്ഷെ അത്രയും അങ്ങോട്ട് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക, നമ്മൾ സൺസ്ക്രീൻ പുരട്ടിയാലും അതിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫേസിനായാലും ബോഡിക്കായാലും എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുപോലെ വൈകുന്നേരം ആയാലും ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നൈറ്റിൽ കുളി കഴിഞ്ഞിട്ട്, കാരണം ഈ ഡ്രൈനെസ്, സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒത്തിരി പ്രോബ്ലംസ് കൊണ്ടുവരും. അത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ സാഗിങ് അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത്. ഇത് പക്ഷേ ജെൽ ബേസ്ഡ് ക്രീമാണ്. ഇത് നമ്മുടെ എമൽസിഫയർ ജെൽ ബേസ്ഡ് ആണ്. ഇതാണ് ഈ ക്രീം. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ ജെൽ ബേസ്ഡ് ആയതുകൊണ്ട് അത്ര തിക്കായിട്ട് തോന്നില്ല. നമ്മുടെ നാട്ടിൽ ഒന്നും കൂടി ചൂട് കാലത്ത് നല്ലത് ജെൽ ബേസ്ഡ് ക്രീമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തെടുത്തത്. ഹെൽപ്പ് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.